നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. മനുഷ്യർക്ക് അസുഖങ്ങളിൽ ഏറ്റവും അധികം ഭയം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് 2-3 ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് ക്യാൻസർ വരാതെ തടയാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ഇഞ്ചക്ഷൻ എടുക്കണ്ടേ? അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാം. HPV വാക്സിനും ക്യാൻസറും. ഓക്കെ, അപ്പം ഇന്ത്യയിലും കേരളത്തിലും ഒക്കെയുള്ള സ്ത്രീകളിൽ രണ്ടാമത് മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ഗള ക്യാൻസർ നമ്മൾ പറയും. അപ്പം സെർവൈക്കൽ ക്യാൻസറിന്റെ എന്തോരം നമുക്ക് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശം 1.25 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർക്ക് പ്രതിവർഷം സെർവൈക്കൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ തന്നെ ക്യാൻസർ കൊണ്ടുള്ള മരണങ്ങൾ ഏകദേശം 70,000-ന് കൂടുതലാണ് ഒരു വർഷം ഇന്ത്യയിൽ സംഭവിക്കുന്നത്. ഇന്ത്യയിലെ മാത്രം കാര്യമാണിത്. ലോകത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 20% ക്യാൻസർ സെർവൈക്കൽ ക്യാൻസർ രോഗികളും ഇന്ത്യയിലാണെന്നുള്ളതാണ് വസ്തുത. ഓക്കെ, അപ്പം പ്രശ്നത്തിന്റെ വ്യാപ്തി എത്ര ഉണ്ടെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ അതില് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ്. ആ വൈറസിന്റെ പേരാണ് HPV അഥവാ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സെർവൈക്കൽ ക്യാൻസർ മാത്രമാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അത് ഒന്നിലധികം ക്യാൻസറുകൾ, ഉദാഹരണത്തിന് സെർവൈക്കൽ ക്യാൻസർ, വജൈനൽ ക്യാൻസർ, വൾവൽ ക്യാൻസർ, അതുപോലെ ഓറൽ ക്യാൻസർ, പിന്നെ ത്രോട്ടിന്റെ ഓറോഫാരിഞ്ചിയൽ നമ്മൾ പറയും, ഓറോഫാരിഞ്ചിയൽ ക്യാൻസർ, ഏനൽ ക്യാൻസർ, പെനിയൽ ക്യാൻസർ, ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ക്യാൻസർ മാത്രമല്ല, ജെനിറ്റൽ വാർഡ്സ് എന്ന് പറയുന്ന നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ ഉണ്ടാക്കുന്ന വാർഡ്സും ഇതേ വൈറസിന്റെ തന്നെ ഇഫക്റ്റ് മൂലമാണ് ഉണ്ടാകുന്നത്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഓക്കെ, അപ്പോ പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറസിന്റെ അണുബാധയും അതേ തുടർന്ന് വരുന്ന ക്യാൻസറിനെയും പ്രതിരോധിക്കാനായിട്ട് വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഈ വാക്സിൻ എന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90% മേളിൽ, ഏകദേശം ഒരു 100% ഈ ക്യാൻസറുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സംഗതിയാണ്. അപ്പം അതാണ് ഈ വാക്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ വാക്സിൻ. അപ്പം ഇതിന് എഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനുകൾ എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള വാക്സിനുകൾ ഇപ്പം നമുക്ക് ലഭ്യമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ സെർവാറെക്സ് എന്ന് പറയുമ്പോഴത്തേനും ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പല ടൈപ്പുകളുണ്ട്, നമ്പർ വെച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള, അതായത് ക്യാൻസർ ഉണ്ടാക്കുന്ന 2 HPV വൈറസ് എന്ന് പറയുന്നത് 16-ഉം 18-ഉം ആണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കാനുള്ളതാണ് ഈ സെർവാറെക്സ് എന്ന് പറയുന്ന വാക്സിനേഷൻ. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഗാർഡസിൽ എന്ന് പറയും. ഗാർഡസിൽ തന്നെ 2 എണ്ണം ഉണ്ട്, ഗാർഡസിൽ 4-ഉം ഉണ്ട്, ഗാർഡസിൽ 9-ഉം ഉണ്ട്. ഗാർഡസിൽ 4 എന്ന് പറയുന്നത് ഈ ക്യാൻസർ മാത്രമല്ല, ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന 16, 18 മാത്രമല്ല, 6-11-ഉം കൂടെ കവേർഡാണ്. അതാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ജെനിറ്റൽ വാർഡ്സ് ഉണ്ടാക്കുന്നത്. ഇനി ഗാർഡസിൽ 9 ആണെങ്കിലോ അത് 9 സ്ട്രെയിൻ HPV സ്ട്രെയിൻസിനെതിരെ ഇഫക്റ്റ് ഉള്ളതാണ് നമ്മുടെ ഗാർഡസിൽ 9 എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ആക്ച്വലി ഇത് നമ്മൾ ഈ ഇഞ്ചക്ഷനുകൾ എടുക്കുന്ന വഴി നമുക്ക് സെർവൈക്കൽ ക്യാൻസർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി തന്നെ തടയാൻ പറ്റും. സെർവൈക്കൽ മാത്രമല്ല, ഈ വൈറസ് മൂലം ഉണ്ടാക്കുന്ന നേരത്തെയുള്ള പറഞ്ഞ ക്യാൻസറുകളൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100%-ഓളം തടയാൻ പറ്റുന്ന അത്രയും രീതിയിലുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻസ് ആണ് ഇതൊക്കെ. ഇനി ആർക്കാണ് ഈ വാക്സിൻ എടുക്കാൻ പറ്റുക? ഐഡിയലി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 9 മുതൽ 14 വയസ്സിനിടയിലുള്ള പെൺകുട്ടികളാണ്. അവരാണ് ഐഡിയലായിട്ട് നമുക്ക് ഈ വാക്സിനേഷൻ കൊടുക്കാൻ പറ്റുന്നത്. അത് 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 2 ഡോസ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു ഡോസ് എടുക്കുക, 6 മാസം കഴിഞ്ഞിട്ട് അടുത്ത ഡോസ് എടുക്കുക. അപ്പോൾ ആ വാക്സിനേഷൻ കംപ്ലീറ്റഡ് ആവുകയാണ്. ഓക്കെ, ഇത് എന്തിനാണ് ആ കാറ്റഗറിയിലുള്ളവർക്ക് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്ഷലി ആക്റ്റീവ് ആവുന്നതിന് മുന്നേ, അതായത് ഈ HPV ആയിട്ട് എന്ത് തരത്തിലുള്ള കോണ്ടാക്റ്റും വരുന്നതിന് മുന്നേ നമ്മൾ ഈ വാക്സിനേഷൻ കൊടുക്കുമ്പോഴാണ് ഇത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. ഓൾറെഡി സെക്ഷലി ആക്റ്റീവായി ഒന്ന് കോണ്ടാക്ട് HPV ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വാക്സിനേഷൻ അത്രത്തോളം ഇഫക്റ്റീവ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ കാറ്റഗറി 9 to 14 ഇയേഴ്സ് നമ്മൾ പറയുന്നത്, അതിനുള്ളിൽ വാക്സിനേഷൻ കംപ്ലീറ്റഡ് ആക്കണം. ഓക്കെ, ഇനി
അതിന് മേളിലുള്ള പ്രായമുള്ള കുട്ടികൾ, അതായത് 15 മുതൽ പിന്നീട് അങ്ങോട്ടുള്ള കുട്ടികൾക്ക് എടുത്തുകൂടെ എന്ന് ചോദിച്ചാൽ എടുത്തുകൂടാന്നല്ല, അവർക്കും എടുക്കാം. പക്ഷെ ഏറ്റവും ഐഡിയൽ എന്ന് പറയുമ്പോൾ ആ ഏജ് ഗ്രൂപ്പിൽ തന്നെ സെക്ഷലി ആക്റ്റീവ് ആവുന്നതിന് മാരേജിനൊക്കെ മുന്നേ എടുത്തു തുടങ്ങുന്നതാണ് നല്ലത്. പക്ഷെ 15 വയസ്സിന് മേളിലുള്ള അപ് ടു 45 വയസ്സ് വരെ നമുക്ക് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ 3 ഡോസ് എങ്കിലും എടുക്കണം, എന്നാലേ ആ കംപ്ലീറ്റ് വാക്സിനേഷൻ ഇഫക്റ്റ് കിട്ടുള്ളൂ. അതാണ് നമ്മുടെ പ്രോട്ടോകോൾ. ആദ്യം ഒരു ഇഞ്ചക്ഷൻ എടുക്കുക, 2 മാസം കഴിഞ്ഞ് അടുത്ത ഇഞ്ചക്ഷൻ, പിന്നെ 4 മാസം കഴിഞ്ഞ് അടുത്ത ഇഞ്ചക്ഷൻ. 0 to 6 നമ്മൾ പറയും. അങ്ങനെ 3 ഡോസ് എങ്കിലും എടുത്താലേ ഈ ഒരു 15 വയസ്സിന് മേളിലുള്ള കുട്ടികളിൽ ഇത് കവേർഡ് ആവുള്ളൂ. ഓക്കെ. പിന്നെ പെൺകുട്ടികൾക്ക് മാത്രമാണോ ഈ വാക്സിനേഷൻ? അല്ല, ശരിക്കും ആൺകുട്ടികൾക്കും കൊടുക്കണം എന്നാണ് WHO പറയുന്നത്. ആൺകുട്ടികൾക്കും കൊടുക്കുന്നതാണ്. കാരണം ഏനൽ ക്യാൻസർ, പീനൽ ക്യാൻസർ, ഇതൊക്കെ നമുക്ക് ഓറൽ ക്യാൻസർ, ഇതെല്ലാം ആൺകുട്ടികൾക്കും വരാൻ സാധ്യതയുള്ളതാണ്. അപ്പം അതും ഈ വൈറസ് മൂലമാണ് വരുന്നത്. അപ്പം അതുവഴി നമുക്ക് ഈ തരത്തിലുള്ള ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആൺകുട്ടികളിൽ HPV ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളിലേക്ക് സെക്ഷൽ കോണ്ടാക്ട് വഴി അതിന്റെ ട്രാൻസ്മിഷനും തടയാൻ പറ്റും. അപ്പോൾ ആൺകുട്ടികളോ പെൺകുട്ടികളോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ഈ വാക്സിനേഷൻ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവൂലേ, വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ? ആക്ച്വലി ഇതിന് നമ്മൾ TTയുടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ കയ്യിൽ എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ആണ് ഇത്. ഇത് കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ആണ്. ആകെ ഇതിന് കണ്ടുവരുന്ന സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ ഉള്ള ആ പെയിൻ, ബുദ്ധിമുട്ട്, അത് നമ്മൾ TT ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും ഉള്ളത് തന്നെ. അത് ചെറിയ ചൊറിച്ചില്, അങ്ങനത്തെ ഇഷ്യൂസ് മാത്രമേ പൊതുവേ കാണാറുള്ളൂ. വളരെ അപൂർവമായിട്ട് അലർജി കാണാറുണ്ട്. അത് തന്നെ നമുക്ക് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ റെഡി ആക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതാണ് പൊതുവെ ഇതിന് കണ്ടുവരുന്ന ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയാനുള്ളത്. പിന്നെ ആർക്കൊക്കെ ഈ വാക്സിനേഷൻ എടുത്തുകൂടാ അത് നമ്മൾ അറിയണമല്ലോ. ആർക്കൊക്കെ എടുക്കണം നമ്മൾ പറഞ്ഞു. ആർക്കൊക്കെ എടുത്തുകൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക്, ഗർഭിണികള് എടുക്കാതിരിക്കുന്നതാണ് ഐഡിയല്. അതുപോലെ മുലയൂട്ടുന്ന അമ്മമാര്, ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് കഴിയുന്നത് എടുക്കരുത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ റയറായിട്ട് ആദ്യത്തെ ഡോസിന് അലർജി എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ തുടർന്നുള്ള ഡോസുകൾ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ. പിന്നെ ഈ വാക്സിനേഷൻ എടുത്തതുകൊണ്ട് മാത്രം സർവൈക്കൽ ക്യാൻസർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഇഫക്റ്റീവ്നെസ് അത്രത്തോളം ഉണ്ട്. പ്രത്യേകിച്ച് ആ 14 വയസ്സിന് മുന്നേ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രത്തോളം ഇഫക്റ്റീവ്നെസ് ഉണ്ട്. പക്ഷേ ഈ വാക്സിനേഷൻ എടുത്താൽ പോലും സർവൈക്കൽ ക്യാൻസറിന്റെ സ്ക്രീനിങ് ആയിട്ടുള്ള പാപ്പ് ടെസ്റ്റുകൾ അതൊന്നും നമ്മൾ മുടങ്ങാതെ ചെയ്യേണ്ടതാണ് സ്ത്രീകൾ. അപ്പം വാക്സിനേഷൻ ഓൾറെഡി എടുത്തു, ഇനിയിപ്പം എനിക്ക് പാപ്സ്മിയറിന്റെ ടെസ്റ്റിന്റെ ആവശ്യമില്ല, അങ്ങനെ അല്ല. അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 100% ഈ ക്യാൻസറിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ 2 or 3 ഒരു ഡോസ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്യാൻസറിൽ നിന്ന് തന്നെ രക്ഷപ്പെടാം. ക്യാൻസർ ആണ്. ഇപ്പം എത്രയൊക്കെ മരുന്നുകൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ ട്രീറ്റ്മെന്റുകൾ ക്യാൻസറിനുണ്ടെന്ന് പറഞ്ഞാലും, ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന ഒരു രോഗം തന്നെയാണ് ഇപ്പോഴും. അപ്പൊ അത് നമുക്ക് 2 or 3 ഇഞ്ചക്ഷൻ വഴി കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ ഒരു സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് എടുക്കേണ്ടതാണ്. നമ്മളെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ, ഇപ്പം എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും എല്ലാം ഈ വാക്സിനേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എടുക്കുക. ക്യാൻസറിൽ നിന്ന് സ്വന്തമായിട്ടും വീട്ടിലുള്ളവരെയും എല്ലാം പ്രൊട്ടക്ട് ചെയ്യുക. ഓക്കെ, നന്ദി.